ബഹുമാനമില്ലാത്തത് ഒരു നിർക്കട് ചോറിച്ച കഴിച്ചിട്ട് വേണം ചോറ്. നിനക്ക് ഇത്ര നീളം എന്താ ഓട്ടോന്നില്ലേടോ ഉണ്ട് എന്താടാ എപ്പോഴും ചോദിച്ചിട്ട് തന്നെയാണോ കുറവാ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് ഈ പെൺപിള്ളേരെല്ലാം ഒറ്റ കയറ്റല്? അച്ഛനമ്മയെ പണിക്കോന്ന് കുഞ്ഞിനാട് ആരെങ്കിലും പിന്നെ പിള്ളേർക്ക് ആക്കിട്ട് പോന്ന് എങ്ങനെ ആക്കിട്ട് പോന്ന് കൊള്ളിണ്ടാ കൊള്ളി പച്ചക്കറി പൊടിയാലേ ഏടുന്ന് പോയി നീ പറയുന്നത് ഈ മാങ്ങക്ക് 300 ഈ അമ്പതൊക്കെ 200 ഇതിന് 150. തക്കാളിക്ക് എത്ര വില? തക്കാളിക്ക് ഇന്നലെ 150 കൊടുത്തേന് ഇന്ന് 125 പറയുന്നുണ്ടായിരുന്നു ഇടുന്ന്. എന്തൊരു മാധവ് ഇങ്ങനെ ചൂടാണ് ഇത്. പിന്നെ അങ്ങനെ കൊണ്ടുവന്നിട്ട് വിൽക്കുന്നതല്ലേ 125 തന്നെ ഇല്ല ഇവിടെ തക്കാളി. എന്റെ ഈശ്വര, 1 കിലോ തക്കാളിക്ക് 125 റുപ്യ. ഈ പോക്ക് പോയാൽ അരിക്കും പഞ്ചാരക്കും എങ്ങനെ വില കൂടിയാലേ നമ്മള് മണ്ണ് മാറി തിന്നലേ ഗതിയില്ലു. മാധവി നീ ഇങ്ങനെ മൊബൈല് കച്ചാക്കുന്നത് കളിയിടാതെ എന്തിനു കറി വെക്കാന്ന് ഈ യൂട്യൂബ് ഇത് ഞാൻ നോക്കുന്നത്. അപ്പോഴത്തേക്ക് ഇത് ഒടുക്കത്തെ ഇംഗ്ലീഷ് എല്ലാം നമുക്ക് അറിയോ കാത്തിയാണ്. പണ്ടെല്ലാം നമ്മ തക്കാളി ഇട്ടിട്ടോ കറി വെച്ചിന് ചക്കക്കുരുമ്പളേക്കും കറി വെച്ചതല്ലേ. അതേന്ന് തക്കാളി ഇടാതെ കറി വെച്ചതാണെന്ന് ഞാൻ നോക്കുന്നത്. ഏതായാലും കാക്കിലെ തക്കാളി വെക്കാം.
അണിഞ്ഞൊരുങ്ങിട്ട് രണ്ടാം കെട്ടിനുള്ള താല്പര്യം ഉണ്ടോ? പോക്കിത്തരം പറയുന്നോടോ. തോന്നിയത് എന്റെ അടുത്ത് നടക്കില്ല. ചപ്പക്കുറ്റിക്കൊന്ന് തന്നാലുണ്ടോന്നാ. പട്ടാളം മാറി കക്ഷിയുടെ ചെയിന് ഞാൻ അവിടെ മുമ്പിൽ പോയിട്ട് വണ്ടി നിർത്തും. സ്റ്റാർട്ടിൽ തന്നെ ഉണ്ടാവും. നീ എന്താക്കണം, വാങ്ങണം, പോണം, പൊട്ടിക്കണം, അട്ടണം, വേണം, വണ്ടിയിൽ കാണണം. അല്ല അതേ ഓർമ്മണ്ട. രാജേട്ടാ എവിടുന്ന് കണ്ടെത്തുന്ന വരുന്നതാ ബൈക്ക് എല്ലാം വെള്ളത്തിൽ പോയി. എന്താ മഴ, കുറെ വെള്ളരിയും തക്കാളിയും വണ്ടിയും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യവും മഴ ഇല്ലാതെ നശിച്ചു അല്ലേ? അപ്പൊ മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എങ്ങനെ നമുക്ക് നഷ്ടം തന്നെ. കൃഷിക്കാരന് എങ്ങനെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ എത്ര മണിക്കാ പോയതാ അറിയാം. ഇപ്പൊ സമയം എത്രയായി? ഇപ്പൊ 7 കഴിഞ്ഞ്. ഒരു മധുരം മതി. രാജ്യത്ത് മധുരമില്ലാത്തത്. ഇപ്രാവശ്യം നിങ്ങൾ കുറെ പച്ചക്കറി നട്ടണല്ലോ അല്ലേ? ഏക്കർ സ്ഥലത്തെ പച്ചക്കറി നട്ടത്, പക്ഷെ എന്തിനും കഴിയുന്നില്ലാന്ന്. ജൈവ കൃഷിയാണ് നമ്മൾ നടത്തുന്നത്, അതുകൊണ്ട് ആവശ്യക്കാർ വളരെ കൂടുതലാ. അതെ, അത് ഒന്നാമത് ഈ വിഷമില്ലാത്ത പച്ചക്കറി ആയതുകൊണ്ട് അത് നാട്ടുകാർ കുറെ കൂടുതലും അല്ല 10 രൂപ അധികം തിരക്കായിട്ടില്ല. വിഷമില്ലാത്ത പച്ചക്കറി നാട്ടുകാർ കൊടുക്കുന്നതല്ലേ. ഞാൻ വില കൂട്ടിയൊന്നും കൊടുക്കില്ല. നാട്ടുകാർക്ക് നല്ല ഭക്ഷണം കഴിക്കട്ടെ, അത് മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ. നിങ്ങൾക്ക് മുതലാവുന്നത് മുതലാവുന്ന നോക്കിയിരുന്ന കാര്യം നമുക്കൊരു സേവനമായി, നാട്ടിലൊരു കാര്യമായി, ഒരു പണി വേണ്ടേ. പിന്നെ ജീവിതമൊക്കെ ഇങ്ങനെ പെൻഷൻ കൊണ്ട് ചെയ്തു പോകും. റീചാർജ് ചെയ്ത് എത്ര ആയിപ്പോ? 5 കൊല്ലമായി. 5 കൊല്ലയാ? അപ്പൊ എത്ര? 65? എന്നെ കണ്ടാ തോന്നില്ല. ആയിക്കോട്ടെ, അനീഷ് വന്നു പറഞ്ഞോട്ടാ. ആയിക്കോട്ടെ. എത്ര വയസ്സായി? എന്താ കാശ് കൊടുക്കണ്ട? അത് കൊടുക്കണം. ആയിക്കോട്ടെ. പെണ്ണിനെ വെക്കുന്നുണ്ട്. ഞാനേ ഒരു 10 ദിവസം മുമ്പ് നോക്കി വെച്ചത്. ഒരു 5-6 പവനെങ്കിൽ കാണും അല്ലേ നെക്കൂടെ? ആ, തീർച്ചയായും. കേറിനപ്പോ ഇങ്ങനത്തെ ഒരു ബുദ്ധി തോന്നിയത് എന്റെ മുത്തപ്പന്റെ കഥ. എന്റെ മാല പൊട്ടിച്ചത്. 2-3 പുള്ളർ വന്നിട്ട് വന്നത് എന്നിട്ട് എന്റെ മാല പൊട്ടിച്ചിട്ട് പോയിട്ടാണ്. ഓറായില്ലേ പാല് പിന്നയില്ലേ ഞാൻ ആ പിള്ളറോട് പറഞ്ഞു, പിള്ളറെ എന്റെ മുക്കിന്റെ മാല എന്തെടുക്കാന്ന് കേട്ടു. പൊന്നിന്റെ മാല പൊട്ടിച്ചിട്ട് പാഞ്ഞറായിരുന്നു. അപ്പൊ ആ പിള്ളറോട് വടിയെടുത്തു, ഈ മാല പറ്റി ചാടിച്ച് കാണിക്കുന്നു. മാധവി, എനിക്ക് ഈ ബുദ്ധിനെ ആര് പറഞ്ഞത്? 3 പേരും വലിയ ചിരിയിലാണല്ലോ. എന്താണ് മാധവേട്ടി? ഇത്രമാത്രം ചിരിക്കാൻ ഇവിടെ എന്താ സംഭവിച്ചേ?
അതെ രണ്ടുപേര് വന്നിട്ട് മാധവിന്റെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചു. അതാണ് അറിയാം. എവിടെ മാല എവിടെ? പീതാംബരൻ ഉണ്ടാവുമ്പോ ഈ നാട്ടിൽ പിടിച്ചു പറയോ?